ഉടനടി മൂന്നാമത്തെ ആൾ വന്നുകൊണ്ട് പാറയിൽ കൈവച്ചിട്ട് പ്രാർത്ഥന തുടങ്ങി. റബ്ബേ, ഞാൻ ഒരുപാട് ആളുകളെ വിളിച്ചിട്ട് എൻ്റെ വീട്ടിൽ ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കുമായിരുന്നു. ഒരു ദിവസം അങ്ങനെ ഒരുപാട് ആളുകൾ ജോലി ചെയ്യാൻ വന്നു. എല്ലാവർക്കും പണി കഴിഞ്ഞ് പോകുന്ന സമയത്ത് കൃത്യമായ വേതനവും നൽകും. അങ്ങനെ ഒരു ദിവസം ഒരുപാട് ആളുകൾ വന്നു. അവർക്കെല്ലാവർക്കും വൈകുന്നേരം ഞാൻ അവരുടെ ശമ്പളവും കൂലിയൊക്കെ നൽകി അവർ തിരിച്ചയച്ചു. പക്ഷേ ഒരാൾ മാത്രം അയാളുടെ കൂലി വാങ്ങിയില്ല. ഒന്നും പറയാതെ അയാൾ തിരിച്ചുപോയി. അയാളുടെ പൈസ ഞാൻ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. പക്ഷേ അത് ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് ഇറക്കുകയും അതുവഴി ഞാൻ കൃഷി ചെയ്യുകയും ആ കൃഷിയിൽ നിന്ന് കിട്ടിയ ലാഭത്തിൽ ആടുകളെ വാങ്ങുകയും പിന്നീട് ഒട്ടകങ്ങളെ വാങ്ങുകയും ഒരുപാട് അടിമകളെ വാങ്ങുകയും അങ്ങനെ അയാളുടെ കൂലി കൊണ്ട് മാത്രം എനിക്കൊരു വലിയ ബിസിനസ് സാമ്രാജ്യം തന്നെ കൃഷിയും ഒട്ടകങ്ങളും ആടുകളൊക്കെ ആയിട്ട് രൂപപ്പെട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സമൃദ്ധിയിലായി എൻ്റെ ജീവിതം. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. ഒരു ദിവസം എൻ്റെ വാതിലിൽ ഒരു വൃദ്ധനായ മനുഷ്യൻ വന്നിട്ട് മുട്ടുകയാണ്. മുതലാളി, ഞാൻ നിങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ്